വെൽക്കം ടു റേഡിയൻറ്റ് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലെറ്റസ് അസസ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ടുണ്ടാകും, നോട്ട് കിട്ടിയിട്ടുണ്ടാകും, നിങ്ങളതെല്ലാം പഠിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യുക, ഈ ക്ലാസ് ഇവിടെ വെച്ച് പോസ് ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ചോദ്യങ്ങൾ സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പോയിന്റുകൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം നിങ്ങൾ പഠിച്ചത് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം തീർത്തും അങ്ങ് ഒഴിവാക്കും അല്ലേ. ടെക്സ്റ്റിനകത്ത് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, അതിനെ അങ്ങ് തൊടാതെ അങ്ങ് വിടും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയ ആൾക്കാർ നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്സ്റ്റിൽ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം പറയാനായിട്ട് നിങ്ങൾ എന്താകണം, പ്രാപ്തരാകണം എന്ന് വെച്ചിട്ട് അവർ നടത്തുന്ന അല്ലെങ്കിൽ എന്ന് വെച്ചിട്ട് അവർ തന്നേക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾക്ക് സ്വയം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുള്ളൂ, പഠിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇനി പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്കത് നോക്കാം. ചോദ്യം ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA ആൻഡ് RNA ദ സെയിം? എക്സ്പ്ലെയിൻ. DNA-യുടെയും RNA-യുടെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് സെയിം ആണോ, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ DNA-യുടെയും RNA-യുടെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് സിമിലർ ആണ്, പക്ഷേ അതൊരിക്കലും എന്തല്ല, സെയിം അല്ല. കാരണം പേരിന് തന്നെ വ്യത്യാസമുണ്ട് അല്ലേ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡും എന്തായാലും ഒരുപോലെ അല്ലല്ലോ. നമുക്കറിയാം DNA ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA ആണെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇത് നിർമ്മിച്ചിട്ടുള്ള എന്ത് വെച്ചിട്ടാണ്, ന്യൂക്ലിയോറ്റൈഡ് വെച്ചിട്ടാണ്. ഒരു ന്യൂക്ലിയോറ്റൈഡിനകത്ത് എന്തൊക്കെയുണ്ട്, ഒരു ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഈ പറയുന്ന ഷുഗറും അതുപോലെ തന്നെ ഈ പറയുന്ന നൈട്രജൻ ബേസും RNA-യിലും DNA-യിലും വ്യത്യസ്തമാണ്. ഷുഗറിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ DNA-ക്കകത്തുള്ളത് ഡിയോക്സി റൈബോ ഷുഗർ ആണെങ്കിൽ RNA-ക്കകത്തുള്ളത് എന്താണ്, റൈബോ ഷുഗർ ആണ്. ഓക്കെ, അതെന്താ വ്യത്യാസം, വിച്ച് ഹാസ് 1 more ഓക്സിജൻ ആറ്റം ദാൻ ഡിയോക്സി റൈബോ അല്ലേ. ഡിയോക്സി എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ RNA-യിൽ ഒരു ഓക്സിജൻ എക്സ്ട്രാ ഉണ്ട് ഷുഗറിനകത്ത്, അതുകൊണ്ടാണ് അതിൻ്റെ റൈബോ ഷുഗർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു ഓക്സിജൻ കുറയുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിയോക്സി റൈബോ ഷുഗർ കിട്ടുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം. ഇനി നൈട്രജൻ ബേസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാം അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ആണ് ഇവിടെ ഉള്ളത്, DNA-യിലുള്ളത്. പക്ഷേ RNA-യിൽ വരുമ്പോൾ ഈ പറയുന്ന എന്ത് പറ്റി, തൈമിന് പകരം അവിടെ എന്താ വരുന്നത്, അവിടെ യുറാസിലാണ് വരുന്നത്. അവിടെ ആരാ വരുന്നത്, യുറാസിൽ. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ DNA-യിലും RNA-യിലും ഉണ്ടെങ്കിലും DNA-യിലുള്ളത് തൈമിനാണ്, RNA-യിലുള്ളത് യുറാസിലാണ്. അപ്പോൾ അതും ഒരു വ്യത്യാസമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവർ ഏതാണ്ട് സിമിലർ ആണ്, പക്ഷേ എന്തല്ല, ദേ ആർ നോട്ട് എക്സാക്ട്ലി ദ സെയിം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചോദ്യം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നല്ലേ, ഞാൻ അല്പം കൂടി സൂം ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ നോക്കിക്കോ, ഇതാണ് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. രണ്ടാമത്തെ ചോദ്യം തന്നേക്കുന്നത് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നേക്കുവാണ്. എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, 1, ദ F1 ജനറേഷൻ ഹാസ് സിമിലാരിറ്റി വിത്ത് ബോത്ത് ദ പാരൻസ്. F1 ജനറേഷന് 2 പാരൻസിൻ്റെയും സിമിലാരിറ്റി ഉണ്ട്, ആയിക്കോട്ടെ. F1 ഹാസ് നോ സിമിലാരിറ്റി വിത്ത് എനി ഓഫ് ദ പാരൻറ്റ് ക്യാരക്ടർ ഈസ് ഇൻ്റർമീഡിയറ്റ് ടു ദം അല്ലേ. രണ്ടുപേരുടെയും അതുപോലത്തെ ക്യാരക്ടർ ഇല്ല, പക്ഷേ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഉള്ളൊരു കാര്യമാണുള്ളത്. F1 ഹാസ് സിമിലാരിറ്റി വിത്ത് 1 ഓഫ് ദ പാരൻസ്, ഒരു പാരൻറ്റുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് വായിക്കുമ്പോൾ ആദ്യത്തെ കാണുമ്പോൾ എന്താണെന്ന് പിടികിട്ടത്തില്ല. ഓപ്ഷൻ വായിക്കുന്നതൊക്കെ മനസ്സിലായി. ഈ പറയുന്ന ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും എന്ത് ടൈപ്പാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡോമിനൻസ്, നമ്മുടെ കംപ്ലീറ്റ് ഡോമിനൻസ് ആണോ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണോ, കോ ഡോമിനൻസ് ആണോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം F1 ഹാസ് എ സിമിലാരിറ്റി വിത്ത് ബോത്ത് ദ പാരൻസ് അല്ലേ. 2 പാരൻസിൻ്റെയും സിമിലാരിറ്റി നമ്മൾ ആ പശുവിൻ്റെ കാര്യത്തിൽ പഠിച്ചു അല്ലേ. ബ്രൗണും അതുപോലെ തന്നെ വൈറ്റിലും ബ്രൗണും വൈറ്റുമായിട്ട് കാണപ്പെടുമ്പോൾ രണ്ടുപേരുടെയും ക്വാളിറ്റി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോ ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, കോ ഡോമിനൻസ് എന്ന് വെച്ചാൽ എന്താ, മീൻസ് ബോത്ത് ദ ട്രൈറ്റ്സ് ആർ ഈക്വലി എക്സ്പ്രസ്ഡ് ഇൻ ദ ഓഫ് സ്പ്രിങ് അല്ലേ. രണ്ടും ഈക്വൽ ആയിട്ടുണ്ട്. ആ പശുവിൻ്റെ കാര്യമാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇതിൻ്റെ ഡെഫിനേഷനാണ് എന്ത്, കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കി, F1 ഹാസ് നോ സിമിലാരിറ്റി വിത്ത് എനി ഓഫ് ദ പാരന്റ് ക്യാരക്ടർ ബട്ട് ഇറ്റ് ഇസ് ഇൻ്റർമീഡിയറ്റ് ടു ദം. രണ്ടിനും ഇടയിൽ നമ്മൾ പിങ്ക് ഫ്ലവറിൻ്റെ കേസ് പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. റെഡിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, വൈറ്റിലോട്ട് എത്തിയതുമില്ല, അപ്പോൾ പിങ്ക് ആയിട്ട് ഫ്ലവർ മാറി എക്സാമ്പിൾ പഠിച്ചു. അപ്പോൾ അതെന്ത് പറയും, നമ്മളതിനെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തേത് കോ ഡോമിനൻസ് ആണ്, രണ്ടാമത്തേത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ മൂന്നാമത്തെ എന്തായിരിക്കും, F1 ഹാസ് സിമിലാരിറ്റി വിത്ത് 1 ഓഫ് ദ പാരൻസ്, ഒരു പാരൻറ്റ് സിമിലാരിറ്റി മാത്രം. അത് വെറും ഡോമിനൻസ് അല്ലേ, ഒരാളുടെ ഡോമിനൻ്റ് ആയ ക്യാരക്ടർ എക്സ്പ്രസ് ആയി. തെറ്റാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഓർഗാനിസം ദാറ്റ് റീപ്രൊഡ്യൂസ് സെക്ഷുവലി ടു ദെയർ ഓഫ്സ്പ്രിങ്സ്. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പാരന്റിൽ നിന്നും ഈ പറയുന്ന ഓഫ്സ്പ്രിങ്ങിലേക്ക് എന്താണ് പോകുന്നത്? എല്ലാ ജീനും പോവുമോ? ഹാഫ് ഓഫ് ദ ജീനാണോ പോകുന്നത്? 1/4 ഓഫ് ദ ജീനാണോ പോകുന്നത്? ഡബിൾ ദ ജീനാണോ പോകുന്നത്? സിമ്പിൾ ചോദ്യം. നമുക്കറിയാം ഗ്യാമേറ്റ് ഫോം ചെയ്യുമ്പോൾ പകുതി മാത്രമേ പോകുള്ളൂ എന്ന് നമ്മൾ പലതവണ പറഞ്ഞ് പഠിച്ചതാണ്. അപ്പോൾ അവിടെ നമുക്ക് സംശയമൊന്നും വരത്തില്ല. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഹാഫ് ഓഫ് ദ ജീൻസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്പേമിലോട്ടോ അല്ലെങ്കിൽ എഗ്ഗിലോട്ടോ എന്ത് ചെയ്യുള്ളൂ? പോവുള്ളൂ. ഈ സ്പേമും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഓഫ് സ്പ്രിങ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പകുതി ക്രോമസോം അച്ഛൻ്റെയും പകുതി ആരുടെയാണ്? അമ്മയുടെയാണ്. അപ്പോൾ അച്ഛൻ്റെയിൽ നിന്ന് നമുക്ക് വന്നത് പകുതി, അമ്മയുടെയിൽ നമുക്ക് വന്നത് പകുതി. സോ ഹാഫ് ഓഫ് ദ ജീൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ആവുന്നത്. അടുത്ത ചോദ്യം, എ ടോൾ പീ പ്ലാന്റ് വിത്ത് പർപ്പിൾ ഫ്ലവർ. ഒരു ടോൾ പീ പ്ലാന്റ് ഉണ്ട്, പർപ്പിൾ ഫ്ലവർ, അത് രണ്ട് ഡോമിനൻ്റ് ക്യാരക്ടറും. ഈസ് ക്രോസ്ഡ് വിത്ത് എ ഡോർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ. അല്ലേ, നമ്മൾ എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചൊരു എക്സാമ്പിൾ നിങ്ങളടുത്ത് എന്ത് ചെയ്യാൻ ചോദിക്കുകയാണ്? ഇല്ലസ്ട്രേറ്റ് ദ ഡൈ ഹൈബ്രിഡ് ക്രോസ് ഓഫ് ദം ആൻഡ് റൈറ്റ് ദ F2 റേഷ്യോ എഴുതാൻ പറഞ്ഞേക്കുകയാണ്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം? F2 റേഷ്യോ ഒന്ന് എഴുതാനായിട്ട് നോക്കാം. അപ്പോൾ ഒന്ന് മിനിമൈസ് ചെയ്യാം, നമുക്കിവിടെ തൊട്ട് വരാം. അപ്പോൾ നമുക്കറിയാം ഒന്നെന്ന് പറയുന്നത് ടോളാണ് അല്ലേ. ഒന്ന് ടോളായ പ്ലാന്റിനെ നമുക്ക് ക്യാപിറ്റൽ T എന്ന് വിളിക്കാം. നമുക്ക് പർപ്പിൾ ഫ്ലവറിനെ ക്യാപിറ്റൽ P എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതുപോലെ 4 എണ്ണം ഉണ്ടാവും. അതിൽ നിന്ന് റീപ്രൊഡക്ഷൻ സമയത്ത് ഒരു ടോളും വന്നിട്ടുണ്ടാവും, ഒരു പർപ്പിളും വന്നിട്ടുണ്ടാവും അല്ലേ. അതുപോലെ സ്മോൾ ഡോർഫിന് നമുക്ക് സ്മോൾ ടി എന്നും നമ്മുടെ വൈറ്റ് ഫ്ലവറിന് നമുക്ക് സ്മോൾ ലെറ്റർ പിയും കൊടുക്കാം, TP. അതിൽ നിന്നും ഒരു ടിയും ഒരു പിയും ആയിരിക്കും വന്നിരിക്കുന്നത്. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ക്രോസിങ് നടക്കുന്നത്. ഇവർക്കിടയിലാണ് എന്ത് നടക്കുന്നത്? ക്രോസിങ് നടക്കുന്നത്. ഈ പറയുന്ന ടി എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ടോളുമായിട്ടുള്ള പ്ലാന്റ് അല്ലേ. ടോളും അതുപോലെ എന്താണ്? പിയും വരും. ഞാൻ ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ. അടുത്ത് ഇവിടെ രണ്ടാമത്തെ കേസ് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ടിയും ക്യാപിറ്റൽ പിയും സ്മോൾ പിയും വരും. ഓക്കെ. അടുത്ത് ഇവിടെ പറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടോളും ക്യാപിറ്റൽ പിയും ഇവന് വരുമ്പോൾ എന്താ പറ്റുന്നത്? ടിയും ക്യാപിറ്റൽ പിയും സ്മോൾ പിയും. അപ്പോൾ എന്തൊക്കെ വന്നാലും ക്യാപിറ്റൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ടോൾ ആയിരിക്കും, ക്യാപിറ്റൽ പി വന്നിട്ടുണ്ടെങ്കിൽ അത് പർപ്പിൾ ആയിരിക്കും. അപ്പോൾ ടോളും പർപ്പിളും ആദ്യത്തെ ജനറേഷൻ മൊത്തം എന്തായിരിക്കും? അത് ടോളും പർപ്പിൾ ഫ്ലവറും ഉള്ള ചെടികളായിരിക്കും. ഇനി ഇവർ നമ്മളെടുത്ത് വീണ്ടും ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പന്നറ്റ് സ്ക്വയറിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫസ്റ്റ് ജനറേഷൻ്റെ റേഷ്യോ എന്തായിരിക്കും? എല്ലാം ടോളും പർപ്പിളും ആയിട്ടുള്ള ചെടികളായിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി പന്നറ്റ് സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന TP വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ക്രോസ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. ഈ TP വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? വീണ്ടും ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? TTPP, അതായത് ടോള് പർപ്പിള്. അറിയാലോ ഇത് എഴുതുന്നത്. ഇവനെയും എടുത്ത് എഴുതുക. അപ്പോൾ എന്ത് കിട്ടും? TTP. അടുത്ത് ഇവനെയും എടുത്ത് എഴുതുക, ഇവനെയും എടുത്ത് എഴുതുക. അങ്ങനെ നമുക്ക് ഈ പന്നറ്റ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് 9:3:1 എന്ന റേഷ്യോയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത്രയും നമുക്ക് എഴുതാൻ സ്വന്തമായിട്ട് നിങ്ങൾ അറിയണം. ഓക്കെ. ആൻസറിലോട്ട് നമുക്ക് വരാം. പന്നറ്റ് സ്ക്വയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഹൈബ്രിഡ് ക്രോസ് ആയിട്ടുള്ള 9:3:1 എഴുതുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. അതായത് 9 ടോൾ പ്ലാന്റ് ഉണ്ടാവും വിത്ത് പർപ്പിൾ ഫ്ലവർ, 3 ടോൾ പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ ഉണ്ടാവും, 3 ഡോർഫ് പ്ലാന്റ് വിത്ത് പർപ്പിൾ ഫ്ലവറും 1 ഡോർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവറുമാണ് കിട്ടുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത്. 2. ഡിഡ് ക്യാരക്ടർ ദാറ്റ് ഡിഫർ ഫ്രം ദ പാരന്റ് അപ്പിയർ ഇൻ ദ F2 ജനറേഷൻ? ഓഫ് കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പിയർ ചെയ്യുന്നുണ്ട് അല്ലേ. കാരണം നമുക്കറിയാം ടോൾ ചെടിയിലുണ്ടായിരുന്ന പർപ്പിൾ ഫ്ലവറാണ്, എന്നാൽ ടോളും വൈറ്റ് ഫ്ലവറുള്ള ചെടി നമുക്ക് കിട്ടും F2 ജനറേഷൻ അല്ലേ. ടോളും വൈറ്റ് ഫ്ലവറുള്ള 3 ചെടി നമുക്ക് കിട്ടും. അതുപോലെ ഡോർഫും പർപ്പിൾ ഫ്ലവറും ഉള്ള 3 ചെടി നമുക്ക് എന്ത് ചെയ്തു? F2 കിട്ടി. അപ്പോൾ പാരന്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ചെടികൾ എവിടെ കിട്ടി? F2 ജനറേഷനിൽ കിട്ടി. ഓക്കെ. അടുത്ത്, ഇഫ് ബോത്ത് ജീൻസ് ആർ നോട്ട് അസോർട്ടഡ് ഇൻഡിപെൻഡൻ്റ്ലി ഹൗ ഡസ് ഇറ്റ് എഫക്ട് ദ F2 റേഷ്യോ? അതായത് ഈ പറയുന്ന ട്രൈറ്റുകൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ടായി, ഇപ്പോൾ ടിയും പിയും സെപ്പറേറ്റ് ആയിട്ട് മാറിയാണ് ഈ പോയില്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവത്തില്ല? ഇതാ ഈ പറഞ്ഞ പോലത്തെ വേരിയേഷൻ അവിടെ ഉണ്ടാവത്തില്ല. ഓക്കെ. ഇപ്പം അത് അസോർട്ട് ചെയ്തത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ലെങ്കിൽ ഈ പറയുന്ന ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ജീനുകൾ ഒരുമിച്ചാണ് പോയതെങ്കിൽ ഈ പറയുന്ന വെറൈറ്റി കോമ്പിനേഷൻ ഉണ്ടാവുമോ? ഇല്ല. അല്ലേ. ഇഫ് ദ ജീൻസ് ആർ ലിങ്ക്ഡ് എന്ത് പറ്റും? ഇതിനകത്ത്
ഈ പറയുന്ന പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവത്തില്ല. പാരൻറ്റിൻ്റെ തന്നെ റീകോമ്പിനേഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ, പുതിയ കോമ്പിനേഷൻ ഉണ്ടാവത്തില്ല. അതാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറയുന്നത്. അടുത്ത്, ഹൗ ഡസ് ഡോമിനൻസ്, കോഡോമിനൻസ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഡിഫർ ഫ്രം ഈച്ച് അതർ? സിമ്പിൾ അല്ലേ. ഡോമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? പാരൻറ്റിൻ്റെ അതേ സ്വഭാവം കാണിക്കും. കോഡോമിനൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? രണ്ടുപേരുടെയും ഈക്വൽ ആയിട്ട് വരും. ഇൻകംപ്ലീറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അവിടുന്ന് തുടങ്ങുകയും ചെയ്തു, ഇവിടെ എത്തിയതുമില്ല. അതായത് നമ്മൾ പീ പ്ലാന്റിൽ പഠിച്ച് ആദ്യം പഠിച്ചത് ഡോമിനൻസ്. പശുവിൻ്റെ കേസിൽ വെള്ളയും ബ്രൗണും തൊലിയുള്ള പശു വന്നത് കോഡോമിനൻസ്. പർപ്പിൾ ഫ്ലവർ റെഡും വൈറ്റും കൂടി ചേർന്നപ്പോൾ പർപ്പിൾ ഫ്ലവർ ഉണ്ടായത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഒരു ട്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നു, രണ്ട് ട്രേറ്റും ഈക്വൽ ആയിട്ട് സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണിക്കും, രണ്ടിൻ്റെയും ബ്ലെൻഡ് അല്ലെങ്കിൽ മിക്സ് കാണിക്കും ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിഫറൻറ്റ് ഫീനോടൈപ്പ് റേഷ്യോസ് ആർ ഒബ്റ്റൈൻഡ് ഇൻ മോണോ ഹൈബ്രിഡ് ആൻഡ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. മോണോ ഹൈബ്രിഡിലും ഡൈ ഹൈബ്രിഡിലും നമുക്ക് ഡിഫറൻറ്റ് ഫീനോടൈപ്പ് റേഷ്യോസ് ആണ് കിട്ടിയത്. എന്തുകൊണ്ട്? ഇതെന്താണ് കാണിക്കുന്നത് അല്ലേ? വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ് അബൌട്ട് ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ്? ക്യാരക്ടറിൻ്റെ ഇൻഹെറിറ്റൻസോട്ട് ബന്ധപ്പെട്ട് ഇത് എന്ത് കാര്യമാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു ക്യാരക്ടർ മാത്രം എടുത്തിട്ട്, ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പോൾ രണ്ട് ക്യാരക്ടർ ഒരുമിച്ച് എടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടി? വ്യത്യസ്തമായിട്ടുള്ള ഫീനോടൈപ്പ് റേഷ്യോ കിട്ടി. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമുക്ക് ഫസ്റ്റ് മോണോ ഹൈബ്രിഡ് എടുക്കാം. നമ്മൾ ടോള് ഡോർഫുമായ രണ്ടുപേർ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എല്ലാം ഒരുപോലെ വന്നെങ്കിലും F2 ജനറേഷൻ ആയപ്പോൾ എന്ത് പറ്റി? 3 ടോളും ഒരു ഡോർഫും കിട്ടി. വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം അല്ലേ ഈ ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒന്ന് ആലോചിച്ചാൽ മതി. വ്യത്യസ്തമായിട്ടുള്ളതല്ലേ കിട്ടിയത്? ഏത് റേഷ്യോ കിട്ടി? 3:1 കിട്ടി. ആണോ അല്ലേ? അതായത് നമുക്ക് എന്താ കിട്ടിയത്? ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞതെല്ലാം എന്തായിരുന്നു? ടോള് ആയ ചെടി ആയിരുന്നു. എന്നാൽ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ എന്ത് പറ്റി? നമ്മൾ അവർ തമ്മിൽ ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ടോള് സ്മോൾ F2 ആണ് വരയ്ക്കുന്നത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു. നമ്മൾ ഇവർ തമ്മിൽ ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്ന് പറഞ്ഞ് കിട്ടിയപ്പോൾ ടോളും 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 ഡോർഫും ആയ ആളെ കിട്ടി. ഇതെന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ നോക്ക്, ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഇതാണല്ലോ ഗ്യാമേറ്റ്. ഇത് ഫോം ചെയ്തപ്പോൾ എന്ത് പറ്റി? രണ്ട് ട്രൈറ്റ് അവിടെ ഉണ്ടായെങ്കിലും അവർ സെപ്പറേറ്റ് ആയിട്ടാണ് ഗ്യാമേറ്റിലേക്ക് പോയത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അതായത് ഓരോ ട്രൈറ്റ് കൺട്രോൾ ചെയ്യാനും 2 അലീലിയുണ്ട് അല്ലേ? എത്ര അലീലിയുണ്ട്? 2 അലീലിയുണ്ട്. അതെന്ത് ചെയ്യുന്നു? വിച്ച് ആർ സെപ്പറേറ്റഡ് ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ. അവരെന്ത് ചെയ്തു? രണ്ട് ഉണ്ട് അവിടെ സെപ്പറേറ്റ് ആയിട്ടല്ലേ വരച്ചേക്കുന്നത്. ഇവർ സെപ്പറേറ്റ് ചെയ്തു എപ്പോൾ? ഗ്യാമേറ്റ് ഫോം ചെയ്തപ്പോൾ. എന്നിട്ടാണ് എന്ത് ചെയ്തത്? ക്രോസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഈ പറയുന്ന റേഷ്യോ കിട്ടിയേ. സോ അതെന്തിനെ കാണിക്കുന്നു? ലോ ഓഫ് സെഗ്രിഗേഷനെ കാണിക്കുന്നു. ഇനി ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പോൾ നമുക്കറിയാം സെക്കൻഡ് ജനറേഷന് കിട്ടിയ റേഷ്യോ എത്രയാണ്? 9:3:3:1 ആണ് അല്ലെ? 9 എണ്ണം പാരൻ്റ് അതുപോലെ കിട്ടി, ബാക്കി മൊത്തം എന്ത് ചെയ്തു? വ്യത്യസ്തമായിട്ടുള്ള അളവ് കിട്ടി. ഇതെന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിനെ കാണിക്കുന്നു. എന്താണ്? ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് കാണിക്കുന്നു. എന്താ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പറയുന്നത്? ഓൾ അലീലീസ് ഓഫ് ഡിഫറൻറ്റ് ജീൻസ് ആർ ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി. എന്താണ് ഈ പറയുന്ന ഒരു സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ജീൻ, അങ്ങനെ രണ്ട് സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന പെയർ ഓഫ് ജീൻസ് നമ്മൾ ഒരുമിച്ചെടുത്താലും അവരെങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താകുന്നു? ഇൻഡിപെൻഡൻ്റ് ആകുന്നു. അവർ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടോള് എന്ന് പറയുന്നത് പർപ്പിൾ എന്ന് പറയുന്നതും 2 ജീനുകളുടെ കാര്യമാണ് അല്ലേ? ഇത് രണ്ട് സ്വഭാവമാണ്. ഇവർ ഈ പറയുന്ന ഗ്യാമേറ്റ് ഫോം ചെയ്തപ്പോൾ ടിയും പിയുമായിട്ട് മാറിയിട്ടല്ലേ വന്നത്. അതായത് ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറും പർപ്പിൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരിക്കലും ഒരുമിച്ചല്ല. എങ്കിൽ എല്ലാം ടോൾ പർപ്പിൾ ആയതിനെ, അല്ലെങ്കിൽ എല്ലാം എന്തായനെ? ഡോർഫ് വൈറ്റ് ആയനെ. അങ്ങനെയാണോ? അല്ല, ഇവർ തമ്മിൽ എന്താവുന്നുണ്ട്? മിക്സ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ 2 കിട്ടിയത്. ഓർമ്മയുണ്ടോ? നമുക്ക് ടോള് വൈറ്റ് ഫ്ലവറും കിട്ടി, അതുപോലെ ഡോർഫ് പർപ്പിൾ ഫ്ലവറും കിട്ടി. അപ്പോൾ ടോൾനെസ് എന്ന് പറയുന്നതും കളർ തീരുമാനിക്കുന്നതും എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആയിട്ടാണ് ഓഫ് സ്പ്രിങ്ങിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടെ എന്ത് നടക്കാം? റീകോമ്പിനേഷൻ നടക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ്. അവർ പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു. ദ അലീലീസ് ഓഫ് ഡിഫറൻറ്റ് ജീൻസ് ആർ ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ലീഡിങ് ടു ദ ന്യൂ കോമ്പിനേഷൻ ഓഫ് ട്രൈറ്റ്. F2 ജനറേഷനിൽ ഡിഫറൻറ്റ് ട്രൈറ്റ് കാണിക്കാനുള്ള കാരണം അതാണ്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ജനറേഷനിലോട്ട് പോകുന്നത്. ഓക്കെ ആണോ? അടുത്ത question. Even though a gene responsible for certain character has more than 2 alleles, why does that particular gene have only 2 allele in an individual?
ചോദ്യം വായിക്കുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. ഇവിടെ പറയുന്നത് വേറൊന്നുമില്ല. ഓക്കെ, ഈവൻ ദോ എ ജീൻ റെസ്പോൺസിബിൾ ഫോർ സർട്ടൻ ക്യാരക്ടർ ഹാസ് മോർ ദാൻ 2 അലീലീസ്. ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യം എടുക്കാം. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ 3 അലീലികളാണ് ഉള്ളത് അല്ലേ. IA ഉണ്ട്, IB ഉണ്ട്, IOയും ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്ത് വേറെ രീതിയിൽ അത് എഴുതിയിരിക്കുന്നത് അല്ലേ. IA എന്നും IB എന്നും പിന്നെ സ്മോൾ I എന്നുമാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതിൽ ഈ IA വന്നാൽ അത് A ഗ്രൂപ്പ്, IB വന്നാൽ അത് B ഗ്രൂപ്പ്, സ്മോൾ I വന്നാൽ അത് O ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കാര്യത്തെ കൺട്രോൾ ചെയ്യാൻ അവിടെ എത്ര അലീലിയുണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. പക്ഷേ ഒരു ഓർഗാനിസത്തിനകത്ത് ഇതിലേതെങ്കിലും 2 എണ്ണമേ കാണുകയുള്ളൂ. അതായത് ഒന്നുകിൽ A ഗ്രൂപ്പ് കാണും, അല്ലെങ്കിൽ B ഗ്രൂപ്പ് കാണും, അല്ലെങ്കിൽ രണ്ടും കൂടി കോഡോമിനൻസ് ചെയ്ത് AB ഗ്രൂപ്പ് കാണും, അല്ലെങ്കിൽ എന്ത് കാണും? O ഗ്രൂപ്പും കാണും അല്ലേ. ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? A എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന ആൾ മാത്രം ഉണ്ടാവും, 2 എണ്ണം വെച്ച് കാണും. B എന്ന് പറഞ്ഞാൽ ഇവ ഉണ്ടാവും, 2 എണ്ണം വെച്ചേ കാണുള്ളൂ. അപ്പോൾ 2-ലധികം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ 3 എണ്ണം വരാത്തതെന്ന് ചോദിച്ചാൽ സിമ്പിൾ ഉത്തരം, നമ്മളൊരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി അച്ഛൻ്റെ നിന്ന് കിട്ടി, പകുതി അമ്മയുടെ നിന്ന് കിട്ടി. അപ്പോൾ അച്ഛൻ്റെ നിന്ന് പകുതി കിട്ടി, അമ്മയുടെ നിന്ന് പകുതി കിട്ടി. അപ്പം ഒരെണ്ണം അച്ഛൻ്റെ നിന്ന് കിട്ടി, ഒരെണ്ണം അമ്മയുടെ നിന്ന് കിട്ടി. അപ്പോൾ 2 എണ്ണമല്ലേ ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അല്ലേ. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഡിപ്ലോയിഡ് ഓർഗാനിസം എന്ന് വിളിക്കും നമ്മൾ. അതായത് ദേ ഹാവ് 2 സെറ്റ് ഓഫ് ക്രോമസോം അല്ലേ. ഒന്ന് നമുക്ക് അച്ഛൻ്റെ നിന്ന് കിട്ടി, ഒന്ന് നമുക്ക് അമ്മയുടെ നിന്ന് കിട്ടി. ഇനി നമ്മുടെ പോപ്പുലേഷനിൽ, നമ്മുടെ സമൂഹത്തിൽ എത്ര എണ്ണം ഉണ്ടെങ്കിലും ഒന്ന് അച്ഛൻ്റെ നിന്നും ഒന്ന് അമ്മയുടെ നിന്നും വെച്ച് നമുക്ക് കിട്ടുള്ളൂ. ഒന്നുകിൽ അച്ഛൻ A ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മ A ഗ്രൂപ്പ് ആയിരിക്കാം, അച്ഛനും അമ്മയും A B ആവാം, B A ആവാം, O ആവാം, എന്തോ ആവാം. അച്ഛൻ്റെ ഗ്രൂപ്പിൽ നിന്ന് 1 കിട്ടും, അമ്മയുടെ ഗ്രൂപ്പിൽ നിന്ന് 1 കിട്ടും. ആ 2 എണ്ണേ നമ്മളൊരു കുട്ടിക്കകത്ത് ഉണ്ടാവുള്ളൂ. അത് ഇതിൽ ഏത് കോമ്പിനേഷൻ വേണോ ആവാം, അത് നമ്മുടെ വിധി, നമ്മുടെ കയ്യിലല്ല. പക്ഷേ എത്ര എണ്ണം ഉണ്ടാവുള്ളൂ? 2 എണ്ണേ ഉണ്ടാവുള്ളൂ. കാരണം അച്ഛൻ അമ്മ 2 പേര് ചേർന്നല്ലേ കുട്ടി ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിപ്ലോയിഡ് ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? എവറി ഇൻഡിവിജ്വൽ ഹാസ് 2 കോപ്പീസ് ഓഫ് ഈച്ച് ജീൻ അല്ലേ. 2 കോപ്പീസ് കാണാം. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ T എന്ന് പറഞ്ഞാൽ എന്താണ്? ടോളിൻ്റെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ IA എന്ന് വെച്ച് കഴിഞ്ഞാൽ IA എന്ന് വെച്ചാൽ എന്താണ്? A ഗ്രൂപ്പിൻ്റെ 2 എണ്ണം ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നേ എന്ത് ചെയ്യുള്ളൂ? കുട്ടിയിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുള്ളൂ. അതിലൊന്നേ എന്ത് ചെയ്യുള്ളൂ? 1 ഇൻഹെറിറ്റഡ് ഫ്രം ഈച്ച് പാരൻ്റ് അല്ലേ. അതിലൊന്നേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇപ്പോൾ ഗ്യാമറ്റ് ഫോം ചെയ്യുമ്പോൾ ഒന്നേ അച്ഛനിൽ നിന്ന് ഈ പറയുന്ന സ്പേമിലോട്ട് പോവുള്ളൂ, ഒന്നേ അമ്മയിൽ നിന്നിട്ട് ഓവത്തിലോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ ഓവറിയിൽ എന്തിലോട്ട് പോവുള്ളൂ? എഗ്ഗിലോട്ട് പോവുള്ളൂ. എഗ്ഗിലോട്ട് പോവുള്ളൂ. അപ്പോൾ അത് രണ്ടും ചേർന്നുണ്ടാകുന്ന കുട്ടിക്കകത്ത് ആ 2 എണ്ണമല്ലേ കാണത്തുള്ളൂ. അവിടെ എത്ര അലീൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷനിലുണ്ട് എന്നുള്ളത് ഇവിടെ വിഷയമല്ല. നമുക്കൊന്ന് അച്ഛൻ്റെ നിന്ന് കിട്ടും, 1 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയേ കാണൂ? 2 കാണുള്ളൂ. അത്രേ കാണുള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞത്. സോ ഈവൻ ഇഫ് എ ജീൻ ഹാസ് മോർ ദാൻ 2 അലീലി ഇൻ ദ പോപ്പുലേഷൻ, കുറേ ഉണ്ടാവും, മൾട്ടിപ്പിൾ അലീലീസ് ഒന്ന് വിളിക്കും. ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ ഹാവ് ഓൺലി 2 അലീലി. നമുക്കത് എത്ര തന്നെ കാണത്തുള്ളൂ? 2 കാണുള്ളൂ. ഓക്കെ, കാരണം ഒന്ന് അച്ഛൻ്റെ നിന്ന്, ഒന്ന് അമ്മയുടെ നിന്ന്, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, although the DNA possesses all genetic information for protein synthesis, RNA is also required for protein synthesis. Why? അതായത് നമ്മുടെ കോഡ് മൊത്തം എഴുതി വെച്ചിരിക്കുന്ന DNA യിലാണെങ്കിൽ പിന്നെ എന്തിനാ RNAയുടെ ആവശ്യമെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. DNA ഇരിക്കുന്നത് ന്യൂക്ലിയസിനകത്താണ്. ഈ പാവം DNAക്ക് ന്യൂക്ലിയസ് വിട്ട് പുറത്തിറങ്ങാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ DNAക്ക് പറയുന്ന കാര്യം പുറത്ത് കിടക്കുന്ന റൈബോസോമിലോട്ട് എത്തിക്കേണ്ട, അവിടെ വെച്ചല്ലേ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിലോട്ട് കൊണ്ടുപോകാനായിട്ട് ആർക്ക് വേണം? വേറൊരാൾ വേണം. അതാരാണ്? RNA ആണ്. ഓക്കെ, അപ്പോൾ DNAക്ക് ന്യൂക്ലിയസ് വിട്ട് വെളിയിറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്തിൻ്റെ ആവശ്യം വന്നത്? ഒരു RNAയുടെ ആവശ്യം വന്നത്. DNA സ്റ്റേ ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് കനോട്ട് ലീവ് ഇറ്റ്. തൽക്കാലം എന്തുകൊണ്ട് ലീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മളിപ്പോൾ അറിയേണ്ട കാര്യമില്ല, പറ്റത്തില്ല. സോ അപ്പോൾ എന്ത് വേണം? പ്രോട്ടീൻ ഉണ്ടാകുന്നത് എവിടെയാണ്? റൈബോസോമിലാണ്. അപ്പോൾ അവിടേക്ക് എന്ത് വേണം? മെസ്സേജ് എത്തിക്കാനായിട്ട് ഒരു RNA ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് എന്ത് RNA എന്ന് വിളിക്കും? മെസ്സഞ്ചർ RNA എന്ന് വിളിക്കും. തെറ്റല്ലേ? അടുത്ത ചോദ്യം, കോഡോമിനൻസ് ആൻഡ് മൾട്ടിപ്പിൾ അലീലിസംസ് ഫംഗ്ഷൻ ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ദ ABO ഗ്രൂപ്പ് ഗ്രൂപ്പിംഗ് ഇൻ ദ ഹ്യൂമൻ ബീങ്സ് എക്സ്പ്ലെയിൻ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ സെയിം സാധനം തന്നെയാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രക്തം ഏതാണെന്ന് തീരുമാനിക്കുന്നത്, രക്തഗ്രൂപ്പ് ഏതെന്ന് തീരുമാനിക്കുന്നതിനകത്ത് കോഡോമിനൻസ് എന്ന് പറയുന്ന പ്രോസസ്സും മൾട്ടിപ്പിൾ അലീലിസവും ഉണ്ട്. ഇതെങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ്, മൾട്ടിപ്പിൾ അലീലിസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒരു കാര്യത്തെ കൺട്രോൾ ചെയ്യാൻ ഒന്നിലധികം ജീനുകളുണ്ടെങ്കിൽ അതിനാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് A ഗ്രൂപ്പ് ആകാം, B ഗ്രൂപ്പ് ആകാം, AB ഗ്രൂപ്പ് ആകാം, O ഗ്രൂപ്പും ആകാം. IA എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ നമുക്ക് A ഗ്രൂപ്പ് കിട്ടും. IB എന്ന ആളുണ്ടെങ്കിൽ നമുക്ക് B ഗ്രൂപ്പ് കിട്ടും. IAയും IBയും ഒരുമിച്ച് വന്നാൽ നമുക്ക് AB ഗ്രൂപ്പ് കിട്ടും.
അതുപോലെ നമുക്ക് ഈ പറയുന്ന സ്മോൾ ഗ്രൂപ്പിനെ നമുക്ക് സ്മോൾ ഐ അല്ലേ കാണിക്കും. ഓക്കെ, സ്മോൾ ഐ എന്ന് പറയുന്ന സാധനം വന്നാൽ നമുക്ക് എന്ത് കിട്ടും? O ഗ്രൂപ്പ് കിട്ടും. അപ്പോൾ നോക്ക്, രക്തത്തിന് തീരുമാനിക്കാനായിട്ട് അപ്പോൾ IA ഉണ്ട്, IB ഉണ്ട്, സ്മോൾ ഐ ഉണ്ട്. അപ്പോൾ രക്തഗ്രൂപ്പ് എന്ന് പറയുന്ന കാര്യം തീരുമാനിക്കാനായിട്ട് നമ്മൾ മനുഷ്യന്മാർക്കിടയിലായിട്ട് എത്ര എണ്ണം ഉണ്ട്? 3 അലീലുകളുണ്ട്. ഇങ്ങനെ ഒന്നിലധികം അലീലുകൾ ഒരു ഫാക്ടറിനെ കൺട്രോൾ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് മൾട്ടിപ്പിൾ അലീലിസം. ഇനി കോഡോമിനൻസ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇവിടെയാണ്. നോക്ക്, ഒരാൾക്ക് IA എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കണം, T വന്നപ്പോൾ ഓർഗാനിസം എന്തായി? ടോളായി. അത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഒരാൾക്ക് IA എന്ന് വെച്ചാൽ അയാളുടെ ഗ്രൂപ്പ് എന്താവും? A ഗ്രൂപ്പ് ആവും. അതുപോലെ IB വന്നാൽ അയാൾക്ക് B ഗ്രൂപ്പ് കിട്ടും. സ്മോൾ ഐ ആണ് വരുന്നതെങ്കിൽ O ഗ്രൂപ്പ് കിട്ടും. പക്ഷേ ഒരു IAയും ഒരു IBയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഈ രണ്ടുപേരുടെയും ക്യാരക്ടർ ബ്ലഡ് ഗ്രൂപ്പിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ രണ്ടുപേരുടെയും ക്യാരക്ടർ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ AB ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ക്യാരക്ടർ ഈക്വലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം നമ്മൾ കോ ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് കോ ഡോമിനൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ഫസ്റ്റ്, മൾട്ടിപ്പിൾ അലീൽസ് എവിടെയാണ്? ഇൻ ഹ്യൂമൻ ബീങ്സ് വിത്ത് ABO ഗ്രൂപ്പ് ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ജീൻ ദാറ്റ് ഹാസ് 3 അലീലി. IA ഉണ്ട്, IB ഉണ്ട്, സ്മോൾ ഐ ഉണ്ട്. ഇതിനെ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് വിളിക്കും. ഇനി IAയും IBയും ഒരുമിച്ച് വരുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് എക്സ്പ്രസ് ആവും. അതിനെന്ത് വിളിക്കും? കോ ഡോമിനൻസ് എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഡോമിനൻസും റിസസീവും ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യം, ഓൾ ഓവ ഫോംഡ് ഇൻ ദ ഫീമെയിൽ കണ്ടെയ്ൻ 1 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിൻ ക്രോമസോം. വൈ? അത് സിമ്പിളാണ്. നമുക്കറിയാം, ഒരാൾ ഫീമെയിൽ ആവണമെങ്കിൽ ഇവിടെ വേണ്ട ക്രോമസോം എന്താണ്? XX ആണ്. അതിൽ നിന്ന് ഗ്യാമേറ്റ് ഫോം ചെയ്യുമ്പോൾ എന്ത് മാത്രമേ വരത്തുള്ളൂ? X മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, മനുഷ്യ ആണാണെങ്കിൽ എന്ത് വരാം? XY വരാം, X വരാം, Yയും വരാം. പെണ്ണിലാണെങ്കിൽ എന്ത് മാത്രമേ വരത്തുള്ളൂ? X മാത്രമേ വരത്തുള്ളൂ. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓൾ ഓവ ഫോം ചെയ്യുന്ന എല്ലാ എഗ്ഗുകളിലും ഫീമെയിലിൽ എന്തുണ്ടാവും? കണ്ടെയ്ൻ 1 ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോം. ഇതിൽ ഒരു ടൈപ്പ് സെക്സ് ക്രോമസോമേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ എന്ന് പറയുന്ന ഓർഗാനിസത്തിനകത്ത് ആകെ ഒരേപോലെയുള്ള 2 ക്രോമസോമേ ഉള്ളൂ. സോ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അതിലൊന്ന് പോവും. X അല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ആരെയും കൊടുക്കാൻ പറ്റുള്ളൂ? X കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതെന്തായിട്ടിരിക്കും? അത് സിമിലർ ആയിട്ടിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടൈപ്പ് മാത്രമേ അവിടെ ഉള്ളൂ. അതായത് ഇത് വേറൊരു രീതിയിലും ചോദിക്കാം. ഒരു കുട്ടിയുടെ സെക്സ് ഏതാണ് തീരുമാനിക്കുന്നത്? അച്ഛനാണോ അമ്മയാണോ എന്ന് ചോദിച്ചാൽ അത് അച്ഛനാണ്. കാരണം അച്ഛൻ്റെ കയ്യിലെ 2 ഇതുള്ളൂ. ഏതൊക്കെ? Xഉം Yയും. അതിൽ X ആണ് കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ അത് പെൺകുട്ടിയും, Y ആണ് കൊടുക്കുന്നതെങ്കിൽ XY ചേർന്നിട്ട് അതൊരു ആൺകുട്ടിയായിട്ട് മാറും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ചോദ്യങ്ങളുള്ളൂ. കുറച്ച് പാടാണ്, പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മുമ്പത്തെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ അലീൽസ് എന്താണ്, ജീൻ എന്താണ്, ആ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്നൊക്കെ ഉള്ളത് നല്ല രീതിയിൽ പഠിച്ചാലേ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാവുള്ളൂ. അല്ലേ ചിലപ്പോൾ ഈ കിളി പറഞ്ഞിരുന്നെന്ന് വരാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇത് കണ്ടാൽ മതി, എന്നിട്ടേ കാര്യമുള്ളൂ. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.